സ്വന്തം വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഒരു ദിവസത്തെ കൂലി വാങ്ങിയ വീഡിയോ ആണിത്. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് എണിച്ച് എണ്ണക്കടികൾ ചായക്കടകളിൽ സപ്ലൈയിലാണ് എന്റെ മെയിൻ പരിപാടി. ഇതേപോലെ സപ്ലൈ കഴിഞ്ഞ് 8 ആകുമ്പോഴേക്കും വീടെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി പാല് വാങ്ങലാണ്. അത് കഴിഞ്ഞ് ചെടികൾക്ക് വെള്ളവും നനച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് വീടിന്റെ ഉൾഭാഗം മൊത്തം അടിച്ചു വരണം. ഇതാണ് എന്റെ പുതിയ ടൂള്. ഇതും കൊണ്ട് വേണം ബാക്കിയുള്ള പണി ചെയ്യാൻ. വീഡിയോ എടുക്കാൻ ഉമ്മയില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ച് ഒറ്റയ്ക്ക് ഓടി ചെയ്യണം. പിന്നീട് റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും ആട്ടയും വാങ്ങാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കൊല്ലം വാങ്ങിയ മണ്ണെണ്ണ സ്റ്റവ് എന്തായാലും ഉപകാരപ്പെട്ടു. ഗ്യാസ് വണ്ടി എപ്പോൾ വരുന്ന അറിയാത്തതുകൊണ്ട് 5 ദിവസമായി ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അതും വന്നു. ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ഞാൻ പാത്രം കഴുകി കഴിയുമ്പോഴേക്കും വേർത്ത് കുളിച്ച് ഈ പരുവത്തിലായി. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴേക്കും ഉമ്മ പറഞ്ഞു ഒരു വണ്ടി വിറകും കൊണ്ട് ഒരു പെട്ടിയോട്ട വന്നു. പിന്നിൽ ഉമ്മാന്റെ വിളിയും. മകനെ അതൊക്കെ കൊണ്ടുപോയി വീടിന്റെ പുറകിലൊന്ന് അടുക്കി വെക്കിയിട്ടാണ്. ഇത് ഏറ്റി കഴിയുമ്പോഴേക്കും എന്റെ പടം റിലീസായി. തീരുമ്പോ പണി തരുന്നതിന്റെ ഇടയിൽ രാവിലെ തന്നെ ഇത് അലക്കിയിടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വിറക് വരുന്ന അറിഞ്ഞാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ മുറ്റോടിയൊന്ന് ഒഴിവാക്കായിരുന്നു. ഇതിപ്പോ അടിച്ചവിടെ തന്നെ അടിച്ച് എന്റെ ഇടുപ്പ് വെള്ളമായി. വല്ല സ്വിഗ്ഗി ഓടാൻ പോണതായിരുന്നു നല്ലത്. അവസാനം പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് എന്റെ കൂലി വാങ്ങാൻ പോവാണ്. 1700 രൂപ കിട്ടി. അതിൽ 1000 രൂപ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ മൂത്തുമ്പ വന്നത് 700 രൂപ കൂലി. പെങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കണോണ്ടാണ് ഉമ്മ ഇപ്പോൾ വീട്ടിലില്ലാത്തത്. ഷെയ്ക്കും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഈ 2 ലോഡിന് ട്യൂഷൻ ക്ലാസ്സിലും വിട്ടു. ഇത്രയും ചെയ്തു വെച്ചിട്ട് എനിക്ക് അവസാനം കിട്ടിയത് ചീത്ത മാത്രം. പറയാണ്ട് വീഡിയോ എടുത്തേനി. പെരുന്നാളായതുകൊണ്ട് ചെറിയ കുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു. മൂത്തുമ്മ തന്ന പൈസയും കൊണ്ട് എനിക്കൊരു ഷർട്ടും. ചെറുപ്പം തൊട്ടേ ഉമ്മ എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ് ചുരിദാർ ഇടണമെന്ന്. അത് ഞാൻ ഇന്ന് സഹായിച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഉപ്പാക്ക് ഒരു മുണ്ടും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.